ശരിയാ. ഈ നടൻ സിദ്ദിഖ് കുറ്റക്കാരനാണ്, തീർത്തും കുറ്റക്കാരനാണ് എന്നതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ വരെ ഉണ്ട് എന്ന് SIT അന്വേഷണ സംഘം ഇന്നലെ കുറ്റപത്രത്തിൽ പറയുന്നതായി അവർ സമർപ്പിച്ചതോ അല്ലെങ്കിൽ സമർപ്പിക്കാൻ പോകുന്നതോ ആയ കുറ്റപത്രത്തിൽ ഉണ്ടെന്ന് രഹസ്യ വിവരം പുറത്തു വരുന്നു. ആ വിവരം പുറത്തു വരുന്നു, രഹസ്യമല്ല, ആ വിവരം പുറത്തു വരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കൂട്ടി വായിക്കാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതിപ്പോൾ സിനിമാ മേഖലയിലെ കാര്യം ആണ് എന്നുണ്ടെങ്കിൽ നിരവധി വിഷയങ്ങൾ ഇങ്ങനെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ ഈ അടുത്ത കാലത്തുണ്ട്. ഒന്ന്, കോഴിക്കോട് ഒരു പെൺകുട്ടിയെ 60 വയസ്സുകാരനായ ഒരു ഹോട്ടലല്ല, ഹോം സ്റ്റേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ 60 വയസ്സുകാരനായ മുതലാളിയും 2 പേരും ആ കുട്ടിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ച് ആ കുട്ടി മാനസികമായി തകർന്നുപോയി. ഇപ്പോഴും ആ കുട്ടി അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. 60 വയസ്സുകാരനാണ്, 60 കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ആ കുട്ടി, അങ്ങനെ എനിക്ക് പറയാൻ നിരവധി ഉദാഹരണങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ടുണ്ട്, ഇനിയും ഉണ്ട്. പറയൂ, എന്താണ് പറയാനുള്ളത്? ചേട്ടാ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു സിദ്ദിഖിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ. അതെ, സിനിമാ മേഖലയിൽ നിന്നായതുകൊണ്ടും കുറച്ചൊരു ഇതുള്ളത് കൊണ്ടും അതുകൊണ്ട് മാത്രം ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് സിദ്ദിഖ്. ഇപ്പോൾ സിദ്ദിഖിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചത് നല്ല കാര്യം. കൃത്യമായ അന്വേഷണമാണ് നടന്നിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു കുറ്റപത്രം കൊണ്ടുവന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ മുകേഷും ഇപ്പോൾ പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ മുകേഷിനെതിരെയും കുറ്റപത്രം വന്നിട്ടുണ്ട്. അപ്പോൾ അന്വേഷണങ്ങൾ നടക്കട്ടെ. പക്ഷേ ഈ ലൈംഗിക അതിക്രമങ്ങൾ എത്രയൊക്കെ അന്വേഷണങ്ങൾ വന്നാലും എത്രയൊക്കെ പരാതികൾ വന്നാലും നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളുടെ ഒരു തോത് എന്ന് പറയുന്നത്, അപ്പോൾ കേരളത്തിൽ നിന്ന് ഞാൻ എടുത്തു പറയുമ്പോൾ നമ്മൾ ചോദിക്കാം, മറ്റ് സംസ്ഥാനങ്ങളെ വെച്ചിട്ട് കമ്പയർ ചെയ്യാം. പക്ഷേ ആസ് എ കേരളീയൻ ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയണത് എൻ്റെ നാട് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി ഞാൻ, നമ്മളുടെയൊക്കെ ഒരു സ്പന്ദനമാണത്. അല്ല, നമ്മളുടെ ഒരു സ്പന്ദനമാണ് നമ്മളുടെ നാട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെ. എന്തായാലും നമ്മൾ എത്രയൊക്കെ പറഞ്ഞിട്ടും നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് ഇപ്പം 2023 ഒരു ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഒരു കണക്കുകൾ പ്രകാരം 1220 കേസാണ് ഒരു ദിവസം നടക്കുന്ന റേപ്പ് കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത്. 2023 ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം വരുന്നത് 1220 പേര് ഒരു ദിവസം പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ പലതും കേസുകളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടിത് നമ്മൾ ധൈര്യസമേതം ഇത് പുറത്ത് പറയാൻ പറ്റുന്നില്ല? നമ്മൾക്ക് ധൈര്യസമേതം എന്ന് വെച്ചാൽ ഇപ്പോഴാണ് നടിമാർ പോലും പുറത്ത് പറയാൻ തുടങ്ങിയത്. ഈ ഹേമ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വന്നപ്പോഴും കുറേ പേര് മീറ്റു ആരോപണം അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് കുറച്ച് പേരെങ്കിലും ധൈര്യസമേതം വന്നത്. പോയി എന്ന് മാത്രമല്ല, ഇപ്പോഴും ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്ത പലരും അവരുടെ പേര് പുറത്ത് വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിലൊരു കേസിലേക്ക് പോകണ്ട എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതെ. അപ്പോൾ ഈ ലൈംഗികാതിക്രമങ്ങൾ ഒരു പരിധിവരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ നമ്മളുടെ ഭാഗത്ത് തെറ്റ് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ ധൈര്യസമേതം പുറത്ത് പറയാൻ പറ്റണം. പക്ഷേ ഈ പറ്റാതിരിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം തന്നെയാണ്. നമ്മുടെ സമൂഹം അവരോട് ഒരു അതിക്രമത്തിനിരയായ അല്ലെങ്കിൽ ഒരു അതിജീവിതയോട് കാണിക്കേണ്ട ഒരു മര്യാദകളല്ല നമ്മളുടെ സമൂഹം കാണിക്കാറുള്ളത്. അവരെ വെച്ചിട്ട് നമ്മൾക്ക് എന്താ പറയുന്നത്, അവരോട് ചോദിച്ച് മുറിവിൽ ഉപ്പ് പുരട്ടുന്ന രീതിയിൽ അവരെ വീണ്ടും ഒരു ട്രോമയിലേക്ക് തള്ളിവിടാൻ മാത്രമാണ് നമ്മളുടെ ഒരു വ്യവസ്ഥിതിക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, കുറേ നാൾ നിയമത്തിൻ്റെ പിന്നാലെ നടക്കും, കുറേ നാൾ നമ്മൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും. എന്നിട്ട് എന്താ ഉണ്ടാകുന്നത് അവസാനം? ഇത്തരം കേസുകളെങ്കിലും പെട്ടെന്ന് തീർപ്പാക്കണം. ഒത്തുതീർപ്പാക്കല്ല ചേട്ടാ പറഞ്ഞ, കേസ് കൊടുത്ത് പെട്ടെന്ന് അവന് ശിക്ഷ കിട്ടുന്ന രീതിയിലേക്ക് വരണം. അല്ലാണ്ട് ഇങ്ങനത്തെ കേസുകൾ വർഷങ്ങളോളം നീണ്ടുപോകുന്നു എന്ന് പറയുന്നത് അതെ അത് ഇത്ര വർഷം മുമ്പ് കൊടുത്ത കേസ് ഇപ്പോഴും ഇങ്ങനെ എഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പൊസിഷനിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി എൻ്റെ അനുഭവങ്ങളിൽ തന്നെ ഉണ്ട്. വർഷങ്ങളോളം ആയിട്ടും ഇപ്പോഴും കേസ് എങ്ങും എത്താതെ പോകുന്നത് എൻ്റെ പേഴ്സണൽ ഒരനുഭവം കൂടിയാണത്. അപ്പം നമ്മൾക്കറിയാം ഒരുപാട് കേസുകൾ ഇതുപോലെ കോട്ടയത്ത് ആ പെൺകുട്ടിയെ
ഒരു കായിക താരത്തെ എത്ര പേരാണ്, അത് എത്ര വയസ്സുള്ള ചെറുപ്പക്കാരാണ്? 20 വയസ്സുള്ള ചെറുപ്പക്കാർ, 20 വയസ്സുള്ള ചെറുപ്പക്കാർ ഭാവി തീർന്നില്ലേ അവരുടെ? 45 പേര് വരെയാണ് ആ പെൺകുട്ടിയെ ഐശ്വര്യ ഇതിനകത്തെ പീഡനം എന്നൊരു വാക്കിൽ, ഈ പീഡനം എന്ന വാക്ക് ആര് കണ്ടുപിടിച്ചായാലും ആ വാക്ക് ഒരു വല്ലാത്തതായിപ്പോയി. അതിങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞു കളയുകയാണ്. ഇപ്പോൾ വാർത്താ ചാനലുകളിലായിരുന്നാലും ഏതിലായാലും പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവർ നിസ്സാരം പോലെയൊക്കെയാണ് പറഞ്ഞു കളയുന്നത്. അല്ല ചേട്ടാ, അതിൽ ഒരു ചെറിയ പങ്ക് സ്ത്രീകളിലെ ഒരു വിഭാഗത്തിനുണ്ട്. എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് അനുകൂലമാണ് നിയമവ്യവസ്ഥ എന്ന് പറയുന്നതിനെ ചൂഷണം ചെയ്യുന്ന കുറേ സ്ത്രീകളുമുണ്ട്. ഈ പീഡനം, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കുറേ കള്ളപ്പരാതി കൊടുക്കുന്ന പെണ്ണുങ്ങള്, നിരവധി പുരുഷന്മാര് അതെ, അങ്ങനെ ട്രാപ്പിൽ പെടുത്താനും ആക്കുമ്പോ സ്വന്തം മക്കളെ പീഡിപ്പിച്ച അച്ഛനാണെന്ന് പറഞ്ഞ കഥയുണ്ടാക്കിയ. അതെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നീതി അർഹിക്കുന്നവർക്ക് നീതി കിട്ടാണ്ട് പോകുന്നുണ്ട്. ഈ മെൻസ് റൈറ്റ് അസോസിയേഷൻകാർ പറയുന്നതിനോട് ചില കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല, പക്ഷെ ചില കാര്യങ്ങളോട് യോജിക്കുന്നതിൽ അവർ പറയുന്ന ഈ ഒരു സംഭവത്തോട് എനിക്ക് പൂർണ്ണ യോജിപ്പുള്ള കാര്യം ഇതാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ കുറേ കള്ളനാണയങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇരകളാകപ്പെടുന്ന നീതി അർഹിക്കുന്നവർക്ക് നീതി കിട്ടാണ്ട് പോവാണ്. അവരെയും ആരും വിശ്വസിക്കാത്ത രീതിയിലേക്ക് വരും. അപ്പൊ അവരിത് പുറത്ത് പറയാൻ മടിക്കുന്ന രീതിയിലേക്ക് വരും. പറഞ്ഞിട്ട് പോകും. അല്ല, ഇപ്പൊ നമ്മുടെ വെറ്റിനറി കോളേജ്, പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ 1ാം ചരമവാർഷികമാണ്. ആ കേസിന്റെ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് തയ്യാറാക്കുമ്പോൾ അതിലൊരു പെൺകുട്ടി മെയിൻ കഥാപാത്രമാണ്. ഈ പറയുന്ന സിദ്ധാർത്ഥന്റെ പ്രണയം, ആ സിദ്ധാർത്ഥന് ആ പെൺകുട്ടിയുടെ പ്രണയമായിരുന്നു എന്തോ, SFIക്കാരുടെ ഒരു വെൽവിഷറാണ്. ഞാൻ അത് ഇപ്പം വിഷയം മാറിപ്പോകുന്നതല്ല, അതൊരു പെൺകുട്ടിയാണ് അതിലെ മെയിൻ കഥാപാത്രം. ആ മെയിൻ കഥാപാത്രത്തിൻ്റെ പേര് പോലും ആ കുറ്റപത്രത്തിൽ ക്രൈംബ്രാഞ്ചോ അന്വേഷണ സംഘമോ എഴുതിയിട്ടില്ല. അത് ഭരണത്തിൻ്റെ മറ്റു കാര്യങ്ങളാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ വേണ്ടപ്പെട്ട ആളെന്ന രീതിയിലാണ് ആ പറയപ്പെടുന്ന പെൺകുട്ടിയുടെ പേര് ചേർക്കാത്തത്. എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് കുറ്റപത്രത്തിൽ. അപ്പോൾ പീഡനത്തിന് ഇരയാകുന്നത് സ്ത്രീകൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും കൊടുക്കണം, അത് വേണ്ടതാണ്. സ്ത്രീകൾക്ക് തന്നെയാണ് സമൂഹത്തിൽ പ്രൊവനൻസ് വേണ്ടത്. പക്ഷേ ഇവിടെയും പുരുഷന്മാർ ഇത്തരം കേസുകളിൽ ബലിയാക്കപ്പെടുന്നു എന്നുള്ള മറ്റൊരു വസ്തുതയാണ്. ഏതായാലും നമ്മുടെ വിഷയം മാറിപ്പോകണ്ട, സംസാരിച്ചോളൂ. ഏതായാലും നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ ലൈംഗിക അതിക്രമങ്ങൾ എന്തുകൊണ്ട് കൂടുതലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് അതിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് തന്നെയാണ് ഒരു പരിധി വരെ വീണ്ടും ഇത് കൂടാനുള്ളൊരു കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മൾക്കൊരു കത്തിക്കുത്തോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അടിപിടി കേസ് നടന്നു ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾക്ക് വേണ്ടത് കേസിന് ബലം കൂട്ടാനെങ്കിലും നമ്മൾ ചെറിയൊരു അടിയത്ത ഒന്നും തള്ളുവാണെങ്കിൽ പോലും ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് നമ്മൾ അപ്പം തന്നെ എഴുതി അവിടെ അത് ഒരു തെളിവാക്കി വെക്കും നമ്മൾ. അപ്പം തന്നെ അവിടെ ചെന്നിട്ട് അവിടെ ചതവുണ്ട്, ഇവിടെ വേദനയുണ്ട് പറഞ്ഞ് നിസ്സാരം ഒന്ന് തള്ളിയതാണെങ്കിൽ പോലും അവിടെ ഒരു റെക്കോർഡ് ഉണ്ടാക്കാൻ ഉള്ള ബുദ്ധി നമ്മളുടെ മലയാളികൾ കാണിക്കാറുണ്ട്. പക്ഷേ ഒരു പീഡനം നടക്കുമ്പോൾ ആദ്യം ചെന്ന ഉടനെ ഈ നമ്മളുടെ ബന്ധുക്കൾ തന്നെ പറയും, ഇത് കേസാക്കല്ലേ കേട്ടോ ഡോക്ടറെ, അല്ലെങ്കിൽ ഇത് കേസാക്കണ്ട, ഇത് പുറം ലോകം അറിഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ ഭാവി പോകും. അങ്ങനെയുള്ളൊരു കൺസേൺ വരുമ്പോൾ അതവിടെ കേസ് വേണ്ട എന്നുള്ളതാക്കും. അപ്പോൾ കൃത്യമായ മെഡിക്കൽ പരിഗണന അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ കേസ് ആവുകയാണെങ്കിൽ തന്നെ ഏറ്റവും അത്യാവശ്യം വേണ്ടത് മെഡിക്കൽ തെളിവുകൾ തന്നെയാണ്. മെഡിക്കൽ തെളിവുകൾ ഏറ്റവും ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന ഒരു സാധനമാണ് മെഡിക്കൽ തെളിവ് എന്ന് പറയുന്നത്. ആ മെഡിക്കൽ തെളിവുകൾ എടുക്കണമെങ്കിൽ അത് ഏറ്റവും ആസ് സൂൺ ആസ് പോസിബിൾ വരേണ്ട ഒരു കാര്യമാണ്. അത് സമയം കഴിയും തോറും ഇതിൻ്റെ അതിന്റെ ഒരു പ്രാധാന്യം ഇല്ലാണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈവൻ ഒരു പെനിട്രേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്കിപ്പോൾ സെമൻ കളക്ട് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇൻ കേസ് അങ്ങനെ ഒരു പെനിട്രേഷൻ നടക്കാത്തൊരു പീഡനമാണ്, അതും പീഡനം തന്നെയാണ്. അത് ഈ ശ്രീമതി ടീച്ചർ പറഞ്ഞതുപോലെ തീവ്രത കൂടിയതല്ല, പീഡനം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കേസിലാണെങ്കിൽ എവിടെയെങ്കിലും പിടിവലി നടന്നതിന്റെ ചതവുകളുണ്ടോ, അങ്ങനെ ഡോക്ടേഴ്സിന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന തെളിവുകൾ, അതെ, കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ട് വെക്കുക തന്നെ വേണം. പക്ഷെ അതിന് നമ്മളുടെ സൈഡിൽ നിന്നും കൂടെ നമ്മൾ ധൈര്യസമേതം പറയാനായിട്ട് അല്ലെങ്കിൽ അതൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റണം. നമുക്ക് സംശയം ഈ 2023 എത്രയാണ് 1220 ബാക്കി കണക്കുകളൊക്കെ പറയുന്നുണ്ടോ? ക്രൈം റെക്കോർഡ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്കുകളുണ്ട്, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അതിന്റെ കണക്കുകൾ വെച്ച് നോക്കിയാലും 4% വർധനവാണ് പിന്നെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ 4% വർധനവ് 2023 കണക്കിൽ തന്നെ വന്നിട്ടുണ്ട്. 24 25 ആയപ്പോൾ നമുക്കറിയാം പിന്നെയും ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാന
സംസ്ഥാനത്ത് ഇങ്ങനെ ഡേ ബൈ ഡേ കൂടുന്നു. കുഞ്ഞു കുട്ടികളൊന്നുമില്ല, 75 വയസ്സുള്ള അമ്മമാരൊന്നുമില്ല, 80 90 ആയാലും ഇല്ല, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം. എന്തായാലും നമുക്ക് ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതൊരു മെഡിക്കൽ റെക്കോർഡ്സാണ്, നമുക്ക് മെഡിക്കൽ തെളിവുകളുടെ ഒരു പ്രാധാന്യം ഞാൻ എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അത് മെഡിക്കൽ തെളിവുകൾ വേണമെങ്കിൽ ആ പെട്ടെന്നുള്ളൊരു സഡനായിട്ട് നമ്മൾക്ക് അതിനോട് റിയാക്ട് ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് പിന്നെ ആലോചിച്ച് ഓക്കെ കുറേ നാൾ കഴിഞ്ഞിട്ട് പീഡനത്തിൻ്റെ വിവരങ്ങൾ വെച്ചിട്ടാണ് പലരും ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ ഉൾപ്പെടെ പലരും കൊടുത്തിരിക്കുന്ന പരാതികൾ കുറേ നാളുകൾ കഴിഞ്ഞിട്ട് അവർക്ക് അതിനുള്ളൊരു ധൈര്യം വന്ന് അവരുടെ ഒരു ട്രോമ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം അവർ ആ ഒരു ധൈര്യത്തിലേക്ക് വരുന്നത്. അതിനെ ഞാൻ മാനിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയിരുന്ന മെഡിക്കൽ തെളിവുകൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ, ആ സമയത്തെ നമുക്ക് ആ ബുദ്ധി പോയിരുന്നുവെങ്കിൽ ഈ കേസ് വേറെ അധികം ബലപ്പെടും. ഇങ്ങനെ നീണ്ടൊന്നും പോവില്ല. അത് നേരത്തെ എടുക്കാത്തതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ സിദ്ദിഖിൻ്റെ കേസിൽ വന്നപ്പോൾ തന്നെ, ഈ സിദ്ദിഖിൻ്റെ കേസിൽ തന്നെ സിദ്ദിഖിൻ്റെ സെക്ഷൽ കപ്പാസിറ്റി പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് കോടതിയുടെ ഒരു സംഭവം കുറച്ച് നാൾ മുന്നേ കേട്ടിരുന്നു. അത് എന്താ നോൺസെൻസ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷം മുന്നേ നടന്നൊരു കാര്യത്തിൽ ഇപ്പോൾ പരിശോധിച്ചിട്ട് പുള്ളിക്കാരൻ കേപ്പബിൾ അല്ല, കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞാൽ പോലും അത് പീഡനം നടന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവേ അല്ല. അതെ, അന്നത്തെ കാര്യമാണ്. അപ്പോൾ ചില കാര്യങ്ങള് അതാത് സമയത്ത് തന്നെ നമ്മൾ നോക്കേണ്ടത് തന്നെയാണ് ശരിക്കും. അപ്പൊ നമ്മളും കുറച്ചും കൂടി ഒന്ന് നമ്മൾ സ്ത്രീകള് കുറച്ചും കൂടി ഒന്ന് അലേർട്ടായിട്ട് നമ്മൾ ഈ വേണ്ട കാര്യം വളരെ വലുതാണ്. അതെ, അതിനൊപ്പം തന്നെ സ്ത്രീകൾക്കുള്ള ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് ആവശ്യം. എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് കൂടിയാണ്, ഇങ്ങനെ ഇത്തരം കേസുകളെങ്കിലും വലിച്ചു നീട്ടിക്കൊണ്ട് പോകരുത്. സഡൻ ആക്ഷൻ വേണം അവിടെയൊക്കെ. എത്രയും പെട്ടെന്ന് ഇത്ര മാസത്തിനുള്ളിൽ അതങ്ങ് ക്ലിയർ ഓഫ് ചെയ്യണം. അതിനുള്ള പ്രതിനെ കണ്ടുപിടിച്ച് പ്രതിക്കുള്ള ശിക്ഷ കൊടുത്തിരിക്കണം. അതൊരു മാസമെങ്കിൽ ഒരു മാസം. പക്ഷെ അതാണ് പൊളിച്ചെഴുതപ്പെടേണ്ടത് ചേട്ടാ. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ട ഒരു പെണ്ണിന് അത്ര നാളൊന്നും ഒരാളെ ഈ നമ്മൾക്കറിയാം കോടതിയുടെ പ്രോസസ്സ് എന്താണെന്നുള്ളത്. ആ കോടതിയുടെ പ്രോസസ്സുകൾ താണ്ടി പല ചോദ്യം ചെയ്യലുകൾ, വാദം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി കയറി ഇറങ്ങി കളയാനുള്ളതല്ല അവളുടെ ലൈഫ്. അവൾക്ക് അവനുള്ള ശിക്ഷ വാങ്ങി കൊടുത്തിട്ട് അവൾക്ക് അവളുടെ ലൈഫിലേക്ക് തിരിച്ചു പോകണം. അതാണ് എൻ്റെ റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്. അവിടെയാണ് നമ്മളുടെ നിയമത്തിനൊരു പൊളിച്ചെഴുത്ത് വരേണ്ടത്. ഏറ്റവും ചുരുങ്ങിയ കാലയളവ് കൊണ്ട്, അതൊരു 2 മാസം, 1 മാസം, 3 മാസം, അതിനപ്പുറം പോവാത്ത രീതിയിൽ ഒരു കേസ് തീർപ്പാക്കിയിരിക്കണം. ഈ ലൈംഗികാതിക്രമ കേസുകളിലെങ്കിലും ഒരു 3 മാസത്തിനപ്പുറം വലിച്ചു നീട്ടരുത്. ആ ഇരയ്ക്ക് പിന്നെ കോടതിയിൽ ചെന്ന് പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് പിന്നെയും അവരെ ഇങ്ങനെ ട്രോമയിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കരുത്. അവരനുഭവിച്ചതിനുള്ള അവർക്കുള്ള നീതി ഏറ്റവും പെട്ടെന്ന് കൊടുത്തിട്ട് അവരത് കഴിഞ്ഞ് അവരുടെ ലൈഫ് സെറ്റിൽ ചെയ്ത് പഴയ ട്രോമാസിൽ നിന്നൊക്കെ അവർ തെറ്റ് ചെയ്തിട്ടല്ലല്ലോ, അവർക്ക് അവരുടെ ലൈഫ് സെറ്റ് ചെയ്യാൻ അവർക്ക് പറ്റണം. അതിനുള്ള ഒരു നിയമ സംവിധാനത്തിലൊരു പൊളിച്ചെഴുത്താണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ വിഷയം സംസാരം നമുക്ക് അവസാനിപ്പിക്കാം. അതായത് എനിക്കൊരു കാര്യം കൂടെ ഇതിൽ പറയാനുള്ളത്, എന്തുകൊണ്ട് എന്ന് ഐശ്വര്യ ചോദിച്ചു, എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന്. എനിക്കൊറ്റ കാര്യമേ പറയുള്ളൂ. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞു, ഒരിക്കൽ ഒരാൾ ഈ ആരോപണത്തിന് വിധേയയാകുന്ന പെൺകുട്ടിയെ ഈ സമൂഹം കാണുന്ന ആ ഒരു കണ്ണുണ്ട്, സമൂഹത്തിൻ്റെ കണ്ണാണ് ഇതിലെല്ലാം ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. കാര്യം നമ്മളൊരു പഴഞ്ചൊല്ല് പറയും, മുതുകിൽ വെച്ചുകൊണ്ട് ഭ്രഷ്ടത്തിലിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അതേപോലെ ഇവൻ ഈ നോക്കുന്നവൻ അവൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മയും അവൻ്റെ പെങ്ങളും സുരക്ഷിതയാണോ, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്താൽ പോരെ, എന്തിന് ബാക്കിയുള്ളവർക്ക് പറ്റിയതിൽ അവൻ സഹതപിക്കാനോ അല്ലെങ്കിൽ അത് പറഞ്ഞ് കൊട്ടിഘോഷിക്കേണ്ട കാര്യം. നമ്മുടെ സമൂഹത്തിൻ്റെ വ്യവസ്ഥ, നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സൊക്കെ അത്രത്തോളം മലീമസമായിപ്പോയി. അത് നമ്മൾ ഈ കാലാനുസൃതമായി ചില നന്മകളും ഉണ്ടാകും, ചില തിന്മകളും ഉണ്ടാകും എന്ന് പറയുന്ന പോലെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മിശ്രണങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഒരു സമൂഹം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എയറിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ എല്ലാം കൂടി ചേർന്നൊരു മിശ്രിതമാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിന് അതിലൊക്കെയാണ് ഇപ്പോൾ ഭയങ്കരമായ താല്പര്യം. കാര്യം അവൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മ ശരിയാണോ, അവൻ്റെ ഭാര്യ ശരിയാണോ, അവൻ്റെ പെങ്ങൾ ശരിയാണോ, അവൻ്റെ മകൾ ശരിയാണോ എന്നല്ല നോക്കുന്നത്. ഒരു മതിലിനപ്പുറത്തുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു ആപത്തുണ്ടായാൽ അവൻ അതായിരിക്കും കൂടുതൽ ഉത്സുകതയോടെ നോക്കുന്നത്. കാര്യം എൻ്റെതല്ലല്ലോ, മറ്റുള്ളവൻ്റെതല്ലേ. തൊട്ടപ്പുറത്തെ വീട്ടിൽ നടന്നത് നമ്മുടെ വീട്ടിലേക്ക് നടന്ന് കയറാൻ അധികം സമയം ഞാൻ പറഞ്ഞത്. എൻ്റേതല്ലല്ലോ അവൻ്റെതല്ലേ എന്ന്
ആശ്വസിക്കുന്നവൻ ചിന്തിക്കേണ്ടത് അവിടെ നടന്നത് ഇവിടെ സംഭവിക്കാൻ മിനിറ്റുകളോ സെക്കൻഡുകളോ മതിയാവും. അത് ഇവരാരും ചിന്തിക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്കൊരു രണ്ടാമതൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ പെൺകുട്ടികളുടെ സുരക്ഷയെ സംബന്ധിച്ച് ഡോക്ടർ മേരി ജോർജ് എന്ന് പറഞ്ഞ ഒരു സാമ്പത്തികാര്യ വിദഗ്ധയുണ്ട്. നമ്മൾ വല്ലപ്പോഴും മാഡത്തെ വിളിച്ച് ഞാൻ ചില ടെലിഫോൺ ടോക്കുകളൊക്കെ എടുക്കാറുണ്ട്. അന്ന് മാഡം എന്നോട്, ഞാൻ അന്ന് സംസാരിച്ച വിഷയം കോട്ടയത്തെ പെൺകുട്ടിക്കുണ്ടായ പീഡനത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ എന്നോട് മാഡം പറഞ്ഞത്, അയ്യപ്പദാസ്, നമ്മുടെ മക്കളെ നമ്മൾ ഇനി ചെയ്യിക്കേണ്ടത് നമ്മൾ അവരുടെ പ്രതിരോധം എങ്ങനെയാണ് ഇത്തരം കേസുകളിൽ വേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് വേണ്ടത്. അതിനവരെ കരാട്ടയോ അല്ലെങ്കിൽ കരാട്ടെ അല്ലെങ്കിൽ എന്ത് ആയോധന കലയാണോ അവരെ പഠിപ്പിക്കേണ്ടത് അതവരെ പഠിപ്പിക്കണം. കാര്യം പുരുഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ മേൽ അപ്രമാദിത്വം കാണിക്കേണ്ടവനല്ല. കാണിച്ചാൽ അവനിട്ട് പണി കൊടുക്കുമെന്ന് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അതാണ് ഇനി പാഠ്യ വിഷയങ്ങൾ കൂടെ ഉൾപ്പെടുത്തേണ്ടതായി ഞാൻ തന്നെ ഇങ്ങനെ വെച്ച് തന്നെ പറഞ്ഞു പോകുന്നത് പ്രതിരോധം എന്ന രീതിയിലാണ്. അതായത് അങ്ങനെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം. അതിന് പാഠ്യവിഷയത്തിൽ കരിക്കുലത്തിൽ അത് വെക്കണം എന്നാണ് മാഡം പറഞ്ഞത്. അതിനൊന്നും ഇവിടെ ഉപരിവിദ്യാഭ്യാസ മന്ത്രിക്ക് ബിന്ദുവിന് ഓർമ്മയില്ല, സാധാരണ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് അതൊന്നും ഓർമ്മയില്ല. ഒരു കാര്യം വരുമ്പോൾ അതിനെ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്നൊക്കെയുള്ള വെറും വീഴ്വാക്കുകളല്ലാതെ എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം.